ഹലോ ഗൈസ്, സുഖല്ലേ എല്ലാവർക്കും? ഗൈസ്, ദേ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ റോഷൻ്റെ ഓഫീസ്. ദേ ഇറങ്ങി വരുന്നു എൻ്റെ ഭർത്താവ്. പൊന്നോ, നിനക്കെന്താ പൊന്നോ, നിങ്ങൾ തണുക്കുന്നുണ്ടോ? നിനക്ക് മുടിയുണ്ട്. ഞാൻ അവർക്ക് ആക്ച്വലി ചെവിക്കൊന്നുമില്ലാത്തോണ്ട് ഞാൻ ഇവർക്ക് ആക്ച്വലി പൊന്നിന്റെ ഓഫീസൊക്കെ കാണിച്ചു കൊടുത്തു. Where you work, which is your building. വരൂല, അത് ഇച്ചിരി ലേറ്റ് ആവണം, അപ്പോഴേ വരുള്ളൂ. നമ്മളിപ്പോ ഇവിടുത്തെ ഒരു പഴയ മാർക്കറ്റിലോട്ട് പോവാണ് ഗൈസ്. നമുക്ക് കുറച്ച് ഗ്രോസറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്ത് നമ്മുടെ ഓഫീസിൻ്റെയും റോഷൻ്റെ ഓഫീസിൻ്റെയും എൻ്റെ കോളേജിൻ്റെയും അടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് സെൻറ്റ് ലോറൻസ് മാർക്കറ്റ്. അതിൻ്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുക. നല്ല സ്ഥലം അങ്ങനെയല്ല, അതൊരു പഴയ സ്ഥലമാണ്. ഇവിടെ പണ്ടേ ഉള്ളൊരു മാർക്കറ്റാണ്. അതിപ്പോഴും അതുപോലെ പ്രിസർവ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ എത്തിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ്, സെൻറ്റ് ലോറൻസ് മാർക്കറ്റ്. 1800-കളിൽ ഉണ്ടാക്കിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് മാർക്കറ്റ് സ്ക്വയർ എന്നാണെന്നാണ് എൻ്റെ അറിവ്. പൈനാപ്പിളോ വീട്ടിനടുത്ത് കിട്ടണമെന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയൊരു അറിവെന്ന് വെച്ചാൽ നാഷണൽ ജോഗ്രഫിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് മാർക്കറ്റ്സിൽ ഒന്നാണ് സെൻറ്റ് ലോറൻസ് മാർക്കറ്റ് കേട്ടോ. 2 നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ സൈറ്റാണ്. പക്ഷേ നീ ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് കണ്ടിട്ടുണ്ടോ? അതാണ് ഫിംഗർ ഉരുളക്കിഴങ്ങ്. ഇത് കണ്ടോ? ഇതാണ് പേർപ്പിൾ ഉരുളക്കിഴങ്ങ്. എന്താ റോഷ നീ ഇങ്ങനെ വായി നോക്കി നടക്കുന്നത്? എന്തെങ്കിലും മേടിക്കറോ പോയിട്ട്? എനിക്കൊന്നും മേടിക്കാനില്ലേ? ഇങ്ങനെ കോയിനി നോക്കി നടക്കുന്നത് എന്താ റോഷ? Do you remember this? You have had this in Cuba. ഇതൊക്കെ ചീസാണ് കേട്ടോ. ഇത് കണ്ടോ എന്തൊരു വലുതാ ഇതൊക്കെ. ദോശ നോക്കി വെള്ളം ഇറക്കുന്നത് വാങ്ങിച്ചോ? വാട്ട് ഈസ് ദിസ്? ഗോട്ട് ചീസ്. അങ്ങനെ റോഷൻ ഒരു 100 ഗ്രാം ഗോട്ട് ചീസ് വാങ്ങിയിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? This is made of herb and garlic mixture. Herb and garlic. Cream cheese ആണോ? Cream cheese, herb and garlic. Can I also get goat feta? Goat feta, yeah. Same. Yeah. Why is it all different? I mean, why is it all in different colors? It's made basically this. It looks like soap, Rosha.
I don't like wine. I like wine. Oh, wine is Like boring. me. Wine is boring. For who? For you? For me, yeah, I don't like wine. Not for me though. Ooh, what is it? Stranger Things? എൻ്റെ അമ്മേ, എന്തൊരു വലിയ പീസുകളാണിത്. അങ്ങനെ റോഷൻ ഗോട്ട് ചീസ് വാങ്ങിച്ചു. ഇവിടെ കുറേ കടകളുണ്ട് ഗൈസ്. സീ ഫുഡ്, മീറ്റ്, വൈൻ, ബേക്കറി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഹണി ഉണ്ട്, ഇവിടെ ഹണി, ഒരു അടിപൊളി ഹണി പ്ലേസ് ഉണ്ട്. പക്ഷെ മീൻ വാങ്ങിച്ചാലോ? മീൻ വാങ്ങിച്ചാലോ? മീൻ പല പല വെറൈറ്റി മീനുകളാണ് ഗൈസ്. എൻ്റെ ഭർത്താവിന് എൻ്റെ കൈ പിടിച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈ പിടിച്ച് നടക്കൽ എന്ന് പറയുന്നത് റോഷനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പുറത്തുനിന്നായപ്പോൾ കൈ തണുക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു പോക്കറ്റിൽ ഇട്ടോണ്ടിരുന്നത്. ഇപ്പം എൻ്റെ കൈ പിടിക്കാനുള്ള മടി കൊണ്ട് പോക്കറ്റിലിട്ട് നടക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളൊരു കേക്ക് വാങ്ങിച്ചു ഗൈസ്, കേട്ടോ. അവിടെ ഒരു സ്പോട്ട് ഫ്രീ ആയിട്ടുണ്ടോ? ആ സ്പോട്ടിലുള്ള കേക്ക് നമ്മൾ വാങ്ങിച്ചു. ബൈ ദ വേ, ഇന്ന് എൻ്റെ നക്ഷത്രം വരുന്ന ദിവസം കേട്ടോ. പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ. അപ്പോൾ റോഷൻ പറഞ്ഞു നമുക്കൊരു കേക്ക് വാങ്ങിക്കാം. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതാണ് മാക്രോൺസ്, ഇതാണ് ചോക്ലേറ്റ്സ്. പക്ഷെ ഇത് കാണാൻ നോക്ക് റോഷൻ സ്പ്രേ പെയിൻറ് ചെയ്തോലില്ലേ അതിൻ്റെ മുകളിലത്തെ സംഭവങ്ങൾ. റോഷൻ വൈതെറ്റിപ്പോയി ഗൈസ്. ഞാൻ അപ്പുറത്ത് പോയപ്പോൾ ഇപ്പുറമില്ല, ഇപ്പുറത്ത് പോയപ്പോൾ അപ്പുറമില്ല. ഇങ്ങനെ കുലുങ്ങി എവിടത്തോട്ടാണ് നീ എങ്ങനെയാ വൈതെറ്റിപ്പോയത്? ഇതാണ് റോഷ ഡ്രൈഡ് പീച്ചസ്. ഓക്കെ, ഇതാണ് ഡ്രൈഡ് പേഴ്സ്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ വെണ്ടക്ക ഉണക്കിയത്. ഞാൻ കഴിച്ച തീർത്തിരി ഗൈസ്. പിന്നെ ഞാൻ കൊണ്ട് കളഞ്ഞതാ ഗൈസ്. So that's fine, let him try it. Why you want to see? What's special about it? Like, unique floral taste, the most purest, excellent quality. It comes from Tasmania, which is free of bee disease. Wild thyme from New Zealand. So these are from all different countries. Different countries, different flowers. Plants make the difference. so the bees feed on these flowers and Exactly. produce this, right? Yes. There's also called honey that gives you a little bit of trippiness. Yeah, it is a mad honey. Yeah. Come from Nepal. It's psychedelic, Yeah, I know. hallucinogenic. Nepal, Don't that's take why- it too much. But I want to try this. Yes. And that one Let me try that. This honey comes from the blossom of tea tree. You Tea tree, Like tea okay. tree oil, tea tree honey. And honey has unique antiviral, antibacterial, antifungal properties. Appears to be best medicine for digestive good. issues. Stomach ulcers, acid reflux, colitis, IBS, IBD, Crohn's disease, leaking. I love this honey in espresso. It has a lovely caramel-like taste. Yeah. Wow. Wow, so many honey, man. It's supposed to heal. Oh shit. And this honey I like for its unique bitter chocolate-like taste. And also very good for colon cancer. ഗൈസ് ഇതാണ് നമ്മുടെ നേപ്പാളിൽ നിന്ന് കിട്ടുന്ന മറ്റേ ട്രിപ്പാവുന്ന ഹണി കേട്ടോ. But you're supposed to finish all of it in one bite. Don't play, just all of it in one single bite. And Yeah, and just keep eating, chewing and swallow. It's good for you. Don't do ഇത് പിടിച്ചോ റോഷ. You'll survive. yeah. What's that? Oh wow, that's very soft actually. I never thought we could eat that thing. Yeah, you can eat it. Good. It's good.
ഇതാണ് എൻ്റെ ക്യൂട്ടു. ഇത് കണ്ട റോഷന്റെ കയ്യിൽ മൊത്തം സാധനങ്ങൾ പിടിച്ച്. എന്താ ഗ്രോസറി എല്ലാം മേടിച്ച് എന്റെ കൈ അത് ഫുൾ നോക്കി പോയി. ഇതൊരു കരടിക്കുട്ടനെ പോലെ ഉണ്ടല്ലോ നിന്നെ കാണാൻ. നമ്മൾ സെന്റ് ലോറൻസ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്ന് എൻ്റെ പിറന്നാളായതുകൊണ്ട് റോഷൻ എനിക്കൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അവക്കാഡോയും. പിന്നെ വാവ്, സ്ട്രീറ്റ് നോക്കി എന്ത് ഭംഗിയാണെന്ന്. ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തവർ. ക്രിസ്മസിനാണ് ഇവർ ഈ മറ്റേ സ്നോ ഫ്ലേക്സും സ്റ്റാറൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഇതുവരെ അവരെടുത്ത് മാറ്റിയിട്ടില്ല. ഈ ഡൗൺ ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് രാത്രി ആവുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഗൈസ് എൻ്റെ കയ്യിൽ പാക്കറ്റ് ഉള്ളതുകൊണ്ട് വെയിറ്റ് കാരണം കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഗൈസ് CN ടവർ. CN ടവറിൻ്റെ ലൈറ്റ് ഇപ്പോൾ വരെ ഓണാക്കി. റോഷ, did you like St. Lawrence Market? It's a nice simple market. കുറച്ച് ഒച്ചത്തിൽ പറയാമോ? It's a nice simple market. Very lot of cheese. Not just lot of cheese, there's a lot of other things there. Yeah, but mostly they have a lot of cheese there, meat. Arriving at Cambridge. നമ്മൾ സബ്വേയിലാണ് ഗൈസ്. സബ്വേ Doors will open on the right. റോഷൻ കുറച്ച് ബ്ലഷ് അടിച്ചു. തണുത്തിട്ട് ബ്ലഷ് അടിച്ചു. ഇതുണ്ടാവും ഓഫീസിലെ ബാഗ്, സ്കൂൾ ബാഗൊക്കെ പോലെയാണ് പഠിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ തന്നു സുന്ദരമായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നാളെ Doors will open on the right. അല്ല, റോഷന് ഞാൻ കൂടി ഇരിക്കുന്ന സമയത്ത് റോഷന് സീരീസ് കാണണം ഫോണിൽ. ഞാൻ വിടൂ കാണണോ റോഷ? TMU. റോഷ TMU station. ഒന്ന് ഇവിടെ ചൊറിഞ്ഞു തരുമോ? Open on the right. എന്താ എന്താന്ന് ഇഷ്ടമില്ലാത്ത കാര്യം? വർത്താനം പറയുന്നതോ? അല്ലെങ്കിൽ നാട്ടുകാരോട് മൊത്തം നല്ലോണം വർത്താനം പറയാമല്ലോ. ക്യാമറയിൽ വർത്താനം പറയാൻ എത്ര നാണം. എന്നാ പിന്നെ കാണാട്ടാ. ബൈ ഗായ്സ്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.